നമ്മളെ മാമ നമ്മളെ പിടിച്ചെടുത്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ മാമൻ്റെ തുണി ഒന്ന് നോക്കിയിട്ടൊക്കെ പോകാൻ പറഞ്ഞു. നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റിക്ക് അകത്ത് കയറി മുഖം കഴിഞ്ഞ് നമ്മളിനി അടുത്ത യാത്ര തുടരാം. രീതിക്ക് നടന്നിട്ട് ഞാൻ നെയ്യാറ്റിൻകര നിങ്ങൾ നടന്ന് കാണിച്ചു തരാം. അപ്പോൾ വെൽക്കം ടു നെയ്യാറ്റിൻകര. നമസ്കാരം, ഞാനിപ്പോൾ നെയ്യാറ്റിൻകരയിലാണ്. ഇപ്പോൾ നമ്മൾ നടന്നു പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ ആശുപത്രി ജംഗ്ഷനാണ്. നമ്മുടെ ജനറൽ ആശുപത്രി നെയ്യാറ്റിൻകരയാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു വഴിയാണ് ഇത്. ഇവിടെ എല്ലാം ഉള്ള നമ്മളെ മെഡിക്കൽ സ്റ്റോഴ്സാണ്. ഈ ലൈനപ്പ് ഫുള്ള് മെഡിക്കൽ സ്റ്റോഴ്സും, ഇവിടെയും മെഡിക്കൽ സ്റ്റോഴ്സും, പിന്നെ ആശുപത്രി ബന്ധപ്പെട്ട സാധനം എല്ലാം ഈ ഒരു വഴിയിലുണ്ട്. അകത്ത് ഇടാനുള്ള വസ്ത്രം, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അല്ലേ, ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഈ ഒരു സ്ട്രീറ്റിൽ കിട്ടും. നമ്മളെ നെയ്യാറ്റിൻകരയുടെ എൻട്രി ഗേറ്റ് ജനറൽ ആശുപത്രി, അതിൻ്റെ ഫ്രണ്ടിലുള്ള ഈ ഒരു കട, ഫ്രണ്ടല്ല ആകെ ഇത്തിരി നടന്നിട്ട് ഈ കുട്ടപ്പൻ തട്ടുകട. ഇത് 24 മണിക്കൂറും അല്ലേ ജിഷ്ണു? രാത്രി ഫുള്ള് ഓപ്പൺ ആണല്ലേ? 24 മണിക്കൂറും കട എപ്പോഴും 24 മണിക്കൂറും ഓപ്പൺ ആണ് ഈ ഒരു തട്ടുകട. പിന്നെ രാത്രി വിശക്കൊന്നും വന്ന് കഴിക്കാം. അല്ലേടാ? രാത്രി എപ്പോഴും വന്നാലും ഫുഡ് ഉണ്ടല്ലേ? ആശുപത്രി വന്നിടക്ക് ഒരു എമർജൻസി സംഭവത്തിൽ രാത്രി ഫുഡ് വിശക്കണമെങ്കിൽ ഇവിടെ വന്ന് കഴിക്കാം. ഞാനും കഴിച്ചിട്ടുണ്ട്, കുഴപ്പമില്ല, കഴിക്കാം. ഇതാണ് നമ്മളെ ജനറൽ ആശുപത്രിയിലെ ആ ഒരു എൻട്രി ഗേറ്റ്. ജനറൽ ആശുപത്രി നെയ്യാറ്റിൻകര. ഫുട്പാത്തിൽ നടന്ന് കയറാം. അപ്പോൾ ഈ ഒരു പാർക്കിംഗ് ഇല്ലേ, ഇവിടെ എപ്പോഴും വണ്ടി വന്ന് പാർക്ക് ചെയ്യല്ലേ, എപ്പോൾ വേണേൽ പെറ്റ് കിട്ടും. പാർക്കിംഗ് അകത്താണ് പാർക്കിംഗ് ഉള്ളത്. അവിടെ പൈസ കൊടുക്കണം, ചിലപ്പം പൈസ കൊടുക്കണം, ചിലപ്പോൾ പൈസ കൊടുക്കണം. ഞാൻ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ ഇവിടെ പാർക്കിംഗ് ഇപ്പോൾ നിലവിൽ ഇവിടെ പാർക്കിംഗ് അവൈലബിലിറ്റി ഇല്ല. പക്ഷേ വണ്ടി കൊണ്ട് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ പെറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ കൊച്ചുപിള്ളേരുടെ വാർഡാണ്. അപ്പോൾ അതിൻ്റെ മതിൽ കഴിഞ്ഞ് ജസ്റ്റ് ഫ്രണ്ട് നോക്കുമ്പോൾ എല്ലാം ഇത് ഫുള്ള് ഇപ്പോൾ ടെസ്റ്റിംഗ് കേന്ദ്രങ്ങളും അതേപോലെ മെഡിക്കൽ സ്റ്റോർ എല്ലാം അതിൻ്റെ ഫ്രണ്ട് തന്നെയുണ്ട്. ഇപ്പം സാധാരണ ഒരു ഹോസ്പിറ്റൽ ആകുമ്പം അതിൻ്റെ അടുത്തേക്കുള്ള എല്ലാ സാധനവും ഇവിടെ ഉണ്ട്. പക്ഷേ ഇത്തിരി കുറച്ച് മാസ് ലെവലിലുണ്ടെന്നേ ഉള്ളൂ. ഇനി റോഡ് ക്രോസ് ചെയ്യണം. ഇതിനാണ് നമ്മൾ ആശുപത്രി ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ, ആശുപത്രി ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു സർക്കിളാണ്. നമ്മൾ ആശുപത്രി ജംഗ്ഷൻ ബസ് സ്റ്റോപ്പ് ബസ് വന്നിട്ടുണ്ട്. ഈ ഒരു സർക്കിളാണ് ഗവൺമെൻറ് പരിപാടികൾ നടക്കുന്നത്. അത് നമ്മൾ ജനറൽ ആശുപത്രി എമർജൻസി യൂണിറ്റ് ഇവിടെയാണ്. അവിടെ നിന്നും കുറച്ച് നടന്നു വരുമ്പോൾ നമ്മളെ നെയ്യാറ്റിൻകര പോസ്റ്റ് ഓഫീസ് കണ്ടല്ലോ, അതാണ് പോസ്റ്റ് ഓഫീസിൻ്റെ ബിൽഡിംഗ്. റെയിൽവേ സ്റ്റേഷനാണ് നെയ്യാറ്റിൻകര. ഇത് പോകുന്നത് നമ്മളെ കന്യാകുമാരി ട്രിവാൻഡ്രം ഹൈവേ. ഇതിങ്ങനെ വളഞ്ഞ് താഴെ പോയിട്ട് ഹൈവേ കയറും. ഇത് ഷോർട്ട് കട്ടാണ് രീതിക്ക് പറഞ്ഞാൽ. ഇടത്തോട്ട് പോകുന്നത് കന്യാകുമാരി, വലത്തോട്ട് പോകുന്ന തിരുവനന്തപുരം. നെയ്യാറ്റിൻകരക്കാർ എല്ലാവരും അറിയണ ഒരു കമ്പനിയാണ് പോർട്ടോ ഫൈൻ. വലിയൊരു സ്റ്റുഡിയോ ആണ് കേട്ടോ. ഈ റോഡിൽ തന്നെ നമ്മുടെ BSNL ഓഫീസ്, ഇതാ ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡ് ഓഫീസുള്ളത്. അതല്ലാതെ നമ്മൾ ഫയർഫോഴ്സ്, KCB ഓഫീസ്, പിന്നെ വേറെന്താ ഇവിടെ JBS സ്കൂള്, രണ്ട് സ്കൂളുണ്ട് ഇവിടെ. ഇംഗ്ലീഷ് മീഡിയം സ്കൂളുണ്ടല്ലേ. മേജർ സാധനങ്ങളെല്ലാം ഈ റോഡല്ല, ഈ ബാറുണ്ട്. RV പാലസിൻ്റെ ഹോട്ടലുണ്ട്, ബാറും കൂടെ ഉള്ള സംഭവം ഈ റോഡിൽ തന്നെയാണ് ഉള്ളത്. ഇതാണ് നെയ്യാറ്റിൻകര നഗരസഭ ബിൽഡിംഗ് ഉണ്ടല്ലോ. അത് പഴയ ബിൽഡിംഗ് ആയിരിക്കും, ഇത് പുതിയൊരു ബിൽഡിംഗ് ആണ്. കൊള്ളാം. അകത്തോട്ട് കയറി നോക്കിയിട്ട് പോകാം. നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റിക്ക് അകത്ത് കയറി മുഖം കഴിഞ്ഞ് നമ്മളിനി അടുത്ത യാത്ര തുടരാം. അല്ലേടാ? പിന്നെ നഗരസഭയിൽ നിന്ന് ഇറങ്ങി നെയ്യാറ്റിൻകര നഗരസഭ കുടിവെള്ളത്തിൻ്റെ ട്രക്ക്, അതേപോലെ ഇവർക്കുള്ള 2 ആംബുലൻസ്, ഇതെല്ലാം ഇവിടെ കിടപ്പുണ്ട്. ഇതൊക്കെ സമയത്തിന് ഉപയോഗപ്പെടണം, അതാണ് മെയിൻ അല്ലേ. ജനസേവന കേന്ദ്രം കണ്ടല്ലോ. ഇത് ഒരു സൈഡാണ്. എന്നാൽ നമ്മളെ ജനറൽ ആശുപത്രിയുടെ ഫ്രണ്ട് ഭാഗം നടന്നു വന്നപ്പോൾ ഈ ഒരു സംഭവം നിങ്ങൾ കണ്ടത്. നടന്നു പോയത് അങ്ങോട്ടായിരുന്നു. അവിടെ ഇപ്പോൾ നടന്ന് തിരിച്ചു വന്ന് പിന്നെയും നമ്മൾ ഫോർട്ടോ ഫൈൻ്റെ ഫ്രണ്ടിലെത്തി. നെയ്യാറ്റിൻകര വരുമ്പോൾ ഇവിടെ ഈ ഒരു ഫോർട്ടോ ഫൈൻ്റെ ഒരു ബിൽഡിംഗ് കുറച്ച് ഫേമസ് ആണെന്ന് വെച്ചാൽ അവർ ആ പുള്ളി ആക്കി. പക്ഷെ നേരെ നമ്മൾ നടന്നു വന്ന ആ ഒരു വഴി കൂടെ ഇങ്ങനെ നടന്ന് ഇങ്ങനെ പോയി നമ്മൾ തിരിച്ച് അവിടെ പോയിട്ട് തിരിച്ച് വന്നിട്ട് ഇതെവിടെ കൂടെ പിന്നെയും ജനറൽ ആശുപത്രി ഫ്രണ്ടിൽ വന്നു. ഇതാ നമ്മളെ പോസ്റ്റ് ഓഫീസ്, നെയ്യാറ്റിൻകര പോസ്റ്റ് ഓഫീസാണ്. പിന്നെ എൻ്റെ ഫ്രണ്ടിൽ തന്നെ നമ്മളെ കാർ പാർക്കിംഗ് ഉള്ളത്, നമ്മുടെ ടാക്സിയുടെ കാർ പാർക്കിംഗ് ഉള്ള ഈ ഒരു ലെയിനിലാണ്. ഈ ഒരു ഭാഗത്ത് നിന്ന് സ്കൂൾ തുടങ്ങും. ഇപ്പോഴത്തെ ഗേൾസും ഇപ്പോഴത്തെ ബോയ്സും ഞാൻ കാണിച്ചു തരാം. എന്തായാലും എന്നെ നടക്കില്ല. ഈ ഒരു സൈഡ് ഫുൾ ആംബുലൻസിൻ്റെ പാർക്കിംഗ് ആണ്. ഇതേ ഒരു പേഷ്യനെ കൊണ്ട് ഇതാ പോകണുണ്ട് എമർജൻസി ഭാഗം. ഈ ഒരു ലൈൻ ഫുള്ള് നമ്മളെ ആംബുലൻസ് പാർക്കിംഗ് ആണ്. ഇതാ ആ ഒരു സ്കൂളിൻ്റെ ഗേറ്റ് തൊട്ട് ഇതാ അങ്ങ് അറ്റം വരെ ഫുള്ള് ആംബുലൻസ്, പ്രൈവറ്റ് ആംബുലൻസ് പാർക്കിംഗ് ആണ്. ഇത് നമ്മളെ ബോയ്സസിൻ്റെ ഗേറ്റ്. ഇതിൻ്റെ ഞാൻ കഴിഞ്ഞ ആഴ്ച ഇത് റീൽസൊക്കെ ഇട്ടിരുന്നു. എൻ്റെ ഇൻസ്റ്റാ പേജിലുണ്ടായിരുന്നു റീൽസ്. ഇവിടുത്തെ സ്കൂൾ കലോത്സവത്തിൻ്റെയൊക്കെ വീഡിയോ കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇട്ട് കഴിഞ്ഞ് ഇതാണ് നമ്മളെ ബോയ്സിൻ്റെ ഗേറ്റ്, ബോയ്സ് സ്കൂൾ. നമുക്കിനി റോഡ് ക്രോസ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ
അങ്ങോട്ട് നമുക്ക് അപ്പുറത്ത് കുറേ കടകളുണ്ട്. ആ സ്ട്രീറ്റ് കടകൾ നിങ്ങൾ കാണിച്ചു തരാം. നെയ്യാറ്റിൻകര ഈ ഒരു ലൈനിലുള്ള സ്ട്രീറ്റ് കടകൾ. വണ്ടികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ചാടിയാണ് അപ്പുറത്ത് കയറാൻ. സ്ട്രീറ്റ് ഷോപ്സൊക്കെ ഇവിടെ നിന്ന് തുടങ്ങും. സ്ട്രീറ്റ് ഷോപ്സാണ്. പിന്നെ വരിയോര കച്ചവടം ഉള്ള കടകൾ, തുണി, ഡ്രസ്സ് അങ്ങനെ സാധനങ്ങളൊക്കെ വിൽക്കുന്ന കടകളാണ് ഈ ഒരു സൈഡുള്ളത്. ഇതിൻ്റെ അകത്താണ് നമ്മുടെ താലൂക്ക് ഓഫീസ്. നമ്മളെ ജനറൽ ആശുപത്രി കുറച്ച് നടന്നു വരുമ്പോൾ നമ്മുടെ താലൂക്ക് ഓഫീസ് പറഞ്ഞ് ഇതിൻ്റെ അകത്താണ് നമ്മൾ ഫാസ്റ്റ് കോടതിൻ്റെ അകത്താണ്. കോടതി പോലീസ് സ്റ്റേഷൻ ഉണ്ട്. പോലീസ് സ്റ്റേഷൻ അകത്തോട്ടാണ്. ഇതൊക്കെ നമ്മുടെ പാൻറ്റ്സും ടീഷർട്ട്സും ഇതൊക്കെ കിട്ടും. പിന്നെ ചെറിയ ചെറിയ പിച്ചുള്ള തുണികൾ എല്ലാം ഈ ഒരു കടകളിലുണ്ട്. പിന്നെ നമ്മളെ സ്പൈഡർമാനൊക്കെ കിടന്ന് കറങ്ങുന്നുണ്ട് ഇവിടെ. സ്പൈഡർമാൻ, കത്തിരി തൈ, അങ്ങനെ തൈകളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് ഇവിടെ. ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് ക്രിസ്മസ് ക്യാപ്പ് അങ്ങനത്തെ സാധനമൊക്കെ എല്ലാം ഈ റോഡ് സൈഡിലുണ്ട്. ചെരുപ്പൊക്കെ നമുക്ക് കുറഞ്ഞ വിലയ്ക്ക് ഇവിടെ നിന്ന് വാങ്ങാം. തുണി ഐറ്റങ്ങൾ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് ക്രിസ്മസിൻ്റെ തുണിയും അതേപോലെ സ്ട്രീറ്റിൽ കിട്ടും. അപ്പോൾ നമ്മളെ മാമ നമ്മളെ പിടിച്ചെടുത്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ മാമൻ്റെ തുണി ഒന്ന് നോക്കിയിട്ടൊക്കെ പോകാൻ പറഞ്ഞു. നോക്കിയാ മാമ. വെറുതെ ജോക്കിന് ചട്ടി അല്ലേ? അവൻ്റെ പേരെന്താ? ഹാജ. അപ്പോൾ വലിയൊരു കച്ചവടത്തിൽ നമ്മളെ ചേട്ടൻ ഇവിടെ ഉണ്ട്. ചേട്ടൻ വിൽക്കുന്ന ഐറ്റങ്ങളാണ് ഈ ഒരു ലിസ്റ്റിലുള്ളത്. ഓക്കെ ചേട്ടാ, അപ്പോൾ ഇറങ്ങട്ടെ. ചേട്ടൻ്റെ ബാക്ക് സൈഡിൽ ഇരിക്കുന്നതാണ് നമ്മൾ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ഓഫ് എക്സൈസിൻ്റെ ഓഫീസ്. ഓക്കെ, നമ്മുടെ നേരിട്ട് മിനി സിവിൽ സ്റ്റേഷൻ്റെ എൻട്രി ഗേറ്റ്. ഒരു വലിയ ബിൽഡിംഗ് ആണ്. ഈ സിവിൽ സ്റ്റേഷൻ്റെ അകത്ത് എന്താണ് നമുക്ക് നോക്കണമല്ലോടാ. എന്തൊക്കെയുണ്ട് കേട്ടോ. കുറേ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു പഴയ ബിൽഡിങ്ങിൻ്റെ ഒരു ലുക്ക് ഇവിടെ കയറുമ്പം തന്നെ ഒരു പഴമ. പിന്നെ എന്താ ആപ്ലിക്കേഷൻ അയക്കുന്ന ചേട്ടന്മാരുണ്ട്. ഒരു ജയിലിൻ്റെ ഒരു ലുക്കുണ്ട് ഏറ്റവും ഇത് ഫുള്ള് പാർക്കിംഗ് ആണെന്ന് തോന്നുന്നു. ആയിരിക്കില്ലേ, ഇത് ഫുള്ള് പാർക്കിംഗ് ആണ്. ഇതിൻ്റെ അകത്ത് ഒരു ഇൻട്രസ്റ്റിംഗ് കട ഉണ്ട്. കാർഗിൽ ജയ് ജവാൻ. കൊള്ളാല്ല ഇത് ഫോട്ടോ സ്റ്റേറ്റ്. ഒരു വെറൈറ്റി പേരല്ലേ. എൻ്റെ അകത്ത് കയറുന്നവർക്ക് അറിയാം. ഞാൻ ഇന്ന് ആദ്യമായിട്ട് എൻ്റെ അകത്ത് കയറി ഇങ്ങനെ വീഡിയോ എടുത്തത്. പക്ഷേ നമ്മൾ നടന്നു പോകുമ്പോൾ പുതിയ പുതിയ സാധനങ്ങൾ കണ്ടെത്തണം കേട്ടോ. നമ്മളത് ആ വഴി കൂടെ നടന്നു വന്നപ്പോൾ നമ്മൾ കണ്ട ഒരു കടയാണ് ഇക്കോ ഷോപ്പ്. രണ്ട് ചേച്ചിമാർ ഇവിടെ കഷ്ടപ്പെട്ട് കട നടത്തുകയാണ്. ചേച്ചി, ഇവിടെ എന്തൊക്കെയാ ഉള്ളത്? ഇവിടെ പറഞ്ഞാൽ ഇവിടെ ഈ ഒരു ബോർഡിൻ്റെ പേര് കണ്ടാണ് ഇവിടെ നിന്നത്. ഇവിടെ എന്തൊക്കെയാ ഉള്ളത്? നാടൻ പച്ചക്കറി, തണുത്ത വെള്ളമുണ്ട്, സോഡ, നാരങ്ങ, ലൈമ്, അവലോസ് പൊടി, ദോശപ്പൊടി, നാടൻ തേങ്ങ, നാടൻ സാധനങ്ങൾ മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് നാടൻ സാധനം വാങ്ങണമെങ്കിൽ ഇവിടെ വരണം. എവിടെ വരേണ്ടത്? പലഹാരങ്ങൾ അത് വൈകിട്ട് വരെ കിട്ടുമോ? അത് രാവിലെ മാത്രമാണോ? അങ്ങനെ 5:30 വരെ. അപ്പം നിർത്തും. അത്രേ ഉള്ളൂ. ഉണ്ട് മധുരക്കിഴങ്ങും കട്ടനും കാച്ചിലും കട്ടനും ചമ്മന്തിയും ഇതൊക്കെ സ്പെഷ്യൽ. കൊള്ളാം. എങ്ങനെയുണ്ടടാ? പിന്നെ അടിപൊളിയല്ലേ? അപ്പം നിങ്ങൾക്ക് വന്ന് കഴിക്കാം കേട്ടോ. ഇങ്ങനെ സാധനങ്ങൾ ആവിൽ വഴുങ്ങിയ സാധനങ്ങളൊക്കെ കഴിക്കാം. എങ്ങനെയുണ്ടടാ? നീ അഭിപ്രായം പറ. അടിപൊളി. ഇത് ഡിസ്ട്രിക്ട് ഡി അഡിഷൻ സെൻറ്ററും നമ്മളെ സ്പെഷ്യൽ ഫാസ്റ്റ് ട്രാക്ക് കോടതി, സ്പെഷ്യൽ കോടതി എല്ലാം ഇതിൻ്റെ അകത്താണ്. അപ്പോൾ അതിന് വെളിയിറങ്ങിയിട്ട് നമ്മൾ ചെടികളൊക്കെ വെക്കണം. നമ്മൾ റോസ അങ്ങനത്തെ തൈയൊക്കെ ഇവിടെ ഉണ്ട്. കാച്ചിൽ ഇതൊക്കെ എല്ലാം വിൽപ്പനയ്ക്ക് വെച്ചുള്ള സ്ട്രീറ്റ്സാണ് ഇത്. ചേനയുണ്ടല്ലേ? ചേന അവരുടെ കയ്യിലാണ്. ഈ ഒരു ലൈൻ എന്ന് പറഞ്ഞാൽ ഫുൾ അവരെ കച്ചവടക്കാരാണ്. നമ്മളെ ക്യൂടെക്സ്, അതായത് ക്യൂടെക്സ് വള വീഴുന്ന കടകളാണിത്. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കാലം തൊട്ടേ ഇവിടെ ഈ കടകൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലം തൊട്ടുള്ള കടകളാണല്ലേ. നമ്മളെ മാസ് കിടപ്പുണ്ടടാ. ക്രിസ്മസ് നമ്മളെ നെയ്യാറ്റിൻകര ഗേൾസസ്. നേരത്തെ ബോയ്സ് ആയിരുന്നു, അപ്പർ സൈഡ് ബോയ്സ് ആയിരുന്നു. ഇപ്പോൾ അതായത് ഗേൾസസ് ഹയർ സെക്കൻഡറി അല്ലേ? സ്കൂൾ. ഈ ഒരു വോളിലെ ചിത്രം ഇത് പിള്ളേരാണ് വരച്ചിട്ടുള്ളത്. ഞാൻ അന്ന് വീഡിയോ ഉണ്ടായിരുന്നു. പിള്ളേരൊക്കെ ഒന്നിച്ചിരുന്ന് വരച്ച ഒരു വാൾ പെയിൻറ്റിംഗ് ആണ് ഈ ഒരു സംഭവം. അടിപൊളിയാണ് കേട്ടോ കാണാൻ. ഇത് വാൾ ത്രൂ മൊത്തം വാൾ വരച്ചിരിക്കുകയാണ്. ഇത് എൻ്റെ എൻട്രി ഗേറ്റ് സ്കൂളിൻ്റെ. ഇത് മറ്റേ ഫീഡ് ആ സ്റ്റൊമക്ക് ആ ഒരു സാധനം. ഇതിനകത്ത് ഫുഡ് വെച്ചിട്ട് വിശക്കുന്ന ആൾക്കാർക്ക് ഇതിൻ്റെ അകത്ത് എടുത്തുകൊണ്ട് പോകും. കൊള്ളാം. നല്ലൊരു ഇനിഷ്യേറ്റീവാണ്. അത് കൊള്ളാം കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ട്. പിന്നെ അടുത്ത് നമ്മളെ വോളാണ്. അവരെ വോൾ എൻഡ് വരെ ഈ ഒരു പെയിൻറ്റിങ് ചിത്രങ്ങൾ വരച്ച് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മളെ നെയ്യാറ്റിൻകര SBI ബ്രാഞ്ച്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ SBI ബ്രാഞ്ച്. ഇനി അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു മെയിൻ പോയിൻ്റാണ്. ഈ റോഡ് വരുന്നത് പെരുമ്പരുത്തൂരിൽ നിന്നും നെയ്യാറ്റിൻകര പോകുന്ന റോഡാണ്. ഇത് ആലിമൂട് അവിടെ പോയി ഇറങ്ങുന്നത്. ആലിമൂട് ജംഗ്ഷൻ അല്ലേ? ആലിമൂട് ജംഗ്ഷനാണ്. ആലിമൂട് ജംഗ്ഷനാണ് അതിൻ്റെ അവിടുത്തെ പേര് എന്ന് പറഞ്ഞാൽ. പെരുമ്പരുത്തൂരിൽ നിന്നും നെയ്യാറ്റിൻകരയ്ക്ക് പോകുന്ന ആ റൂട്ടും ട്രിവാൻഡ്രത്ത് നിന്ന് കന്യാകുമാരി പോകുന്ന റൂട്ടും ചെന്ന് ജോയിൻ ചെയ്യണ ഒരു പോയിൻ്റാണ് നമ്മളെ ആലിമൂട്
പോയിൻറ്റ്, ആലിമുടി ജംഗ്ഷൻ. ഇവിടെ ഒരു ജ്യൂസ് കടയുണ്ട്, മോറ. അവിടെ ഒരു ജ്യൂസ് കട ഞാൻ ഇവിടെ കുടിച്ചിട്ടുണ്ട്, കൊള്ളാം, നല്ലൊരു കടയാണ് മോറ. പിന്നെ നമ്മളെ നെയ്യാറ്റിൻകര കോടതി അടുത്ത് തന്നെയാണ്. അതുകൊണ്ട് ഇവിടെ എല്ലാ ആധാർ രജിസ്റ്റർ ഓഫീസും അതൊരു വക്കീലന്മാർ ഓഫീസൊക്കെ അടുത്തൊക്കെ കുറേ ഉണ്ട്. നെയ്യാറ്റിൻകര പ്രസിദ്ധമായ ബുക്ക് സ്റ്റോളാണ് നമ്മൾ SV പ്രസ്. ഇതറിയാത്ത ഇവിടെ ആരും കാണില്ല. നെയ്യാറ്റിൻകരക്കാർക്ക് എല്ലാവർക്കും അറിയാവുള്ളൊരു കടയാണ് നമ്മുടെ SV പ്രസ്. ഇപ്പോൾ ഇത് പുതുമോടിയിട്ട് അടിപൊളി സെറ്റാക്കിയിട്ടുണ്ട് ഒരു കട, കൊള്ളാം. SV പ്രസ്, ആലിമൂട് ജംഗ്ഷൻ എന്ന് പറഞ്ഞ സ്ഥലം. ഇതാണ് നമ്മൾ നെയ്യാർ റെസിഡൻസി. ആലിമൂട് ജംഗ്ഷൻ്റെ തൊട്ടടുത്താണ് ഈ ഒരു നെയ്യാർ റെസിഡൻസി. ഞാൻ പറഞ്ഞ നേരത്തെ ഈ റോഡ് കട്ട് ചെയ്ത് പോകുമ്പോൾ പെരുമ്പറ വരും. 6 വണ്ടികൾ പറഞ്ഞിട്ടില്ലേ, ആ റോഡാണ് നമ്മുടെ ട്രിവാൻഡ്രം കന്യാകുമാരി ഹൈവേ. ഇത് ഈ ബസ് പോകുന്നത് ട്രിവാൻഡ്രമാണ്. ആ ട്രിവാൻഡ്രം ബസ് അവിടെ കൂടെ അങ്ങ് പോകും, നേരെ പോകും. കണ്ടല്ലോ ആ ബസ് പോകണ കണ്ടോ, ഇതാണ് ട്രിവാൻഡ്രം പോകുന്ന ബസ്. ആ ഒരു വഴി, ഈ വഴി പോയാൽ കാട്ടാക്കട, ഈ വഴി പെരുമ്പറത്തൂർ വഴി കാട്ടാക്കട പോകാം, അത് ട്രിവാൻഡ്രം. ടേസ്റ്റി നിബിൾസിൻ്റെ കുറേ സാധനങ്ങൾ നോക്കിയായിരുന്നു, അത് കിട്ടിയില്ല. അപ്പോൾ നമ്മളെ കമ്പനിക്കാർ പറഞ്ഞ ശബരിയിലുണ്ടെന്നാണ് പറഞ്ഞത്. ഇതാണ് നമ്മളെ നെയ്യാറ്റിൻകര ശബരി. ഇവിടെ കിട്ടും നമ്മളെ ടേസ്റ്റ് നിബിൾ സാധനം. പിന്നെ നല്ല അടിപൊളി ഷോപ്പിംഗ് സെൻ്ററാണ്. ഞാനങ്ങനെ കയറിയിട്ടില്ല ഇവിടെ. ഞാൻ ഒരു വർഷം മാഗി വാങ്ങാൻ എന്തോ കയറിയെന്ന് തോന്നുന്നു. നീ ഉണ്ടായിരുന്നല്ലേ? പക്ഷേ മാഗി വാങ്ങി അന്നത്തെ ഒരു ഓർമ്മ മാത്രമേ ഉള്ളൂ. അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഉള്ളത് സർവന ഭവൻ. ഈ ഒരു ഗേറ്റിൻ്റെ അകത്താണ് നമ്മളെ സർവന ഭവൻ. വെജ് ഹോട്ടലാണ് നമ്മൾ സർവന ഭവൻ. ഇതിൻ്റെ അകത്ത് ഈ ഒരു കട്ട് ഉണ്ടല്ലേ, ഈ കട്ടിൻ്റെ അകത്താണ് നമ്മളെ സെൻറ് തെരേസ സ്കൂള്. 2 സ്കൂളുകളുണ്ട്, പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ ആ സ്കൂളിൽ പോകുന്ന വഴിയാണ് ഈ ഒരു റോഡ്. കോൺവെൻറ്റ് റോഡല്ലേ ഇതിനെ പറയുന്നത്? കോൺവെൻറ്റ് റോഡെന്നാണ് പറയുന്നത്. പിന്നെ സെൻറ് തെരേസ കോൺവെൻറ്റ് സ്കൂളുണ്ട്, അപ്പോൾ കോൺവെൻറ്റ് റോഡിന് ആ റോഡിനാണ് പറയുന്നത്. ഈ ഒരു വഴിയോടെ തന്നെ നമ്മൾ ചെരുപ്പ് ബാഗും തയ്ക്കുന്ന കടകൾ അടുപ്പിച്ച് തന്നെയുണ്ട്. ഈ സൈഡും ഉണ്ട്, ആ സൈഡും സെയിം സംഭവമുണ്ട്. ഈ ഒരു സ്ട്രീറ്റ് ഫുള്ള് നമ്മളെ ഫുൾ കടകളാണ് കേട്ടോ. നെയ്യാറ്റിൻകരയിലെ മെയിൻ ഹബ്ബാണ് ഈ ഒരു ഏരിയ. അപ്പോൾ ഫുൾ കടകളുണ്ട്, നിറഞ്ഞിരിക്കുകയാണ്. ഇവിടെ വന്നാൽ എനിക്കൊന്നും തുണിക്കടകളാണ് ഇത്തിരി കൂടുതലാണെന്ന് തോന്നിയിട്ടുണ്ട്. കുറച്ച് കൂടുതലാണ് തുണിക്കടകൾ. അപ്പോൾ ഇവിടെ വന്നാൽ ഷോപ്പിംഗ് ചെയ്യാം, നല്ല ഷോപ്പിംഗ് ഏരിയ ആണ്. കൃഷ്ണ ബോളി മഹൽ, ബോളി ഉണ്ട് കേട്ടോ. ഞാൻ വാങ്ങിക്കാൻ വരുമ്പോൾ ഇവിടെ സാധനമില്ല, വെറുതെ നടക്കുമ്പോൾ സാധനമുണ്ട്. അങ്ങനെ കൊലക്കട. ഇതിൻ്റെ ആഡ് ഞാൻ കണ്ടായിരുന്നു. ഇതിൻ്റെ ആഡ് ഞാൻ ഇൻസ്റ്റയിൽ കണ്ടടാ, ശബരിനാഥ് ജ്വല്ലേഴ്സ്. ഇതിൻ്റെ ഈ ഒരു ലൈനില്ലേ, നമ്മളെ ഈ ഒരു പാർക്കിൻ്റെ ഈ ഒരു ലൈൻ, ഇവിടെ ഫുള്ള് ജ്വല്ലേഴ്സാണ്. ഇതാണ് നമ്മളെ നെയ്യാറ്റിൻകരയിലുള്ള SKNDയുടെ ഷോപ്പ്. SKND നെയ്യാറ്റിൻകര കണ്ടല്ലോ. നമ്മളിപ്പം നിൽക്കുന്നത് നമ്മളെ പാർക്കിൻ്റെ ഫ്രണ്ടിലാണ്. ഇതാണ് നെയ്യാറ്റിൻകര നഗരസഭയുടെ സ്വദേശാഭിമാനി പാർക്ക്. അപ്പോൾ ഈ ഒരു സംഭവം കൊള്ളാം. അതിൻ്റെ അകത്ത് നമ്മളെ സെൻട്രലാണ്, ഇതിൻ്റെ ഒരു സൈഡിലാണ് നമ്മളെ ശ്രീകൃഷ്ണൻ കോവിലുള്ളത്. ഇവിടെ ഇതിൻ്റെ അകത്ത് പിള്ളേർ കളിക്കാനുള്ള എല്ലാ സെറ്റപ്പും ഉണ്ട്. നല്ലൊരു പാർക്കാണ്. പക്ഷേ ഇത് ആദ്യം ഉണ്ടാക്കിയപ്പോൾ നല്ല മെയിൻ്റനൻസ് ആയിരുന്നു. ഇപ്പം വലിയ മെയിൻ്റനൻസ് എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ പോകുമ്പോൾ തോന്നാറില്ല. ബിക്കോസ് ഇത് നമ്മളെ കേരളമാണ്, ഇവിടെ ഇങ്ങനെയാണ് എന്ന് പറയേണ്ടി വരും. ഉണ്ടാക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കും, പക്ഷേ മെയിൻ്റനൻസ് ലോങ് ടൈമിൽ നോക്കുമ്പം ഇല്ല. ഇപ്പോഴും ഇതൊരു പബ്ലിക്കിന് വേണ്ടി ഉണ്ടാക്കിയൊരു പാർക്കാണ്. നമുക്ക് വൈകിട്ടൊക്കെ വന്നിട്ട് ഇരിക്കാം, കൊള്ളാം. അല്ലടാ, വൈകിട്ടൊക്കെ വന്നിരിക്കാം, അടിപൊളി. നമ്മളെ പെരേപ്പാടൻസ് ആണ്. പെരേപ്പാടിൻ്റെ തൊട്ട് സൈഡാണ് നമ്മളെ കിഷൻകോവിൽ നെയ്യാറ്റിൻകര. നമ്മൾ നെയ്യാറ്റിൻകര എൻട്രി. ഫ്രണ്ടിലെ പൂക്കടയാണ് ഈ ഒരു പൂക്കട. ഇവിടെ ഒരു അമ്പലമുണ്ട്, ഫ്രണ്ടിലും നമ്മളെ കിഷൻകോവിലാണ്. തൊട്ട് സൈഡിലാണ് ശ്രീ മഹാഗണപതി ക്ഷേത്രമുള്ളത്. ഇതാണ് നമ്മളെ കിഷൻകോവിൽ. കിഷൻകോവിൽ വരുമ്പോൾ ഞാൻ കാണാനുള്ള എൻ്റെ അമ്മച്ചിയാണ്. അമ്മച്ചി ഒരു ചിരിച്ച് കാണിച്ചേ. നിങ്ങളെ ഞാൻ സിനിമയിലെടുത്ത് അമ്മച്ചി പോയിട്ടെ കാണാം. നമുക്കിനി വെള്ളോട്ട് ഇറങ്ങാം. നമ്മളെ കിഷൻകോവിലിൻ്റെ അടുത്തുള്ള ഓട്ടോ സ്റ്റാൻഡ് ഇതാണ്. നമ്മളെ കിഷൻകോവിൽ ബാക്കിൽ അവിടെ ആ റോഡ് നടന്നു വരുമ്പോഴാണ് നമ്മളെ ഓട്ടോ സ്റ്റാൻഡ്. ഇതാണ് നമ്മളെ ആ ഒരു പാർക്ക്. ഈ വഴി ഇങ്ങനെ കറങ്ങി നമുക്കിനി അടുത്ത് പോകാനുള്ളത് ബസ് സ്റ്റാൻഡിലോട്ടാണ്. അത് നമ്മളെ ഇൻഡസ്ട്രിയേറ്റ് ബസ് ഇതാ പോകുന്നുണ്ട് ട്രിവാൻഡ്രത്തേക്ക്. ഇതാണ് നാഗർകോവിൽ ട്രിവാൻഡ്രം ഷട്ടിൽ ബസ്സാണ് പോകുന്നത്. കണ്ടല്ലോ, എപ്പം വന്നാലും നമുക്ക് ട്രിവാൻഡ്രത്തുനിന്നും നാഗർകോവിലേക്ക് എപ്പോഴും ബസ്സുണ്ട്. ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് 15 മിനിറ്റ്, അതിൽ വലുതായിട്ട് വലിയ ഗ്യാപ്പ് വരാറില്ല അല്ലേ. ബസ് എപ്പോഴും ബസ്സുണ്ട്, എപ്പോഴും ഉണ്ട്. തിരുവനന്തപുരം ബസ് എപ്പോഴും ഉണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ഈ ഒരു റോഡ് നേരെ പോകുന്നത് നമ്മളെ ബസ് സ്റ്റാൻഡിലോട്ടാണ്. ഈ റോഡാണ് കോട്ട് റോഡ്, വക്കീലന്മാര ഓഫീസാണ്. നമ്മളെ ഫ്രണ്ടിലുള്ളതാണ് നമ്മളെ നെയ്യാറ്റിൻകര കോടതി, മുൻസിഫ് കോർട്ട്. നമ്മളെ നെയ്യാറ്റിൻകര ഈ മതിൽ തുടങ്ങുമ്പോൾ നമ്മളെ മുൻസിഫ് കോടതി തുടങ്ങും. ഇവിടെ എല്ലാം ഓഫീസാണ്. നമ്മൾ വക്കീലന്മാരെല്ലാം കാണുമായിരിക്കും, വെക്കണം.
ഇതാണ് നമ്മൾ നെയ്യാറ്റിങ്കര കോർട്ട് കോംപ്ലക്സ്. ഇതാണ് നമ്മളെ കോടതി, നെയ്യാറ്റിങ്കര കോടതി. നമ്മൾ ഇവിടെ നിന്ന് ഒരു ഷോർട്ട് കട്ട് അടിച്ച് പിന്നെ നമുക്ക് മെയിൻ റോഡിൽ പോകാം. ഇവിടെ ഈ നമ്മളെ കോടതി, അവിടെ നേരെ ഫ്രണ്ട് കിടക്കുന്ന റോഡാണ്. ഈ റോഡ് നമ്മൾ നടന്നു പോകാൻ പോകുന്നത്. പിന്നെയും ഇത് ചെന്ന് മെയിൻ റോഡിൽ കയറും. അപ്പോൾ ഇതൊരു പ്ലാൻഡ് വാക്കിംഗ് ഒന്നുമല്ല, നമ്മൾ നേരത്തെ ഇന്ന് നെയ്യാറ്റിങ്കര കാണിക്കുന്ന പല നാളെ കൊണ്ട് വിചാരിച്ചതാണ്. എൻ്റെ ഒരു ക്യാമറ ലെൻസ് വഴി നമ്മൾ നെയ്യാറ്റിങ്കര കാണണമെന്ന് എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. ഇത് വീഡിയോ എത്ര റീച്ച് പോകുമെന്ന് എനിക്കറിയാൻ പാടില്ല, എത്ര റീച്ച് പോകുമെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. പോകണമെങ്കിൽ പോട്ടെ, ഇല്ലെങ്കിൽ വേണ്ട. പക്ഷേ നെയ്യാറ്റിങ്കര ഫ്രെയിമിൽ തെളിയണം, അത് അത്രേ ഉള്ളൂ. നമ്മളിപ്പോൾ ചെന്ന് കയറാൻ പോകുന്ന മെയിൻ റോഡിലാണ്. പിന്നെ അതെ അവിടെ കൂടെ താഴെ കൂടെ പോയി ഇത് ഷോർട്ട് കട്ട് വഴി ഇവിടെ പിന്നെ വന്ന് മെയിൻ റോഡിൽ കയറി. ഇവിടെ മെയിനായിട്ട് ടെക്സ്റ്റൈൽസ്, ബേക്കറി, വേറെന്ത്, ടെക്സ്റ്റൈൽസ്, ബേക്കറി, പിന്നെ ജ്വല്ലറി, ഇതാണ് മെയിനായിട്ട് ഇവിടെ ഉള്ളത്. ഇത് 2 സൈഡ് മെയിനുള്ള സാധനങ്ങൾ അല്ലേ? അതെവിടെ ഉള്ളൂ, അതേ ഉള്ളൂ. നടന്ന് നമ്മളെ ബസ് സ്റ്റാൻഡ് വരെ എത്തിയിട്ടുണ്ട്. നമ്മൾ നെയ്യാറ്റിങ്കര ബസ് സ്റ്റാൻഡ്, നേരെ നെയ്യാറ്റിങ്കര ബസ് സ്റ്റാൻഡാണ്. നമ്മളിതിൻ്റെ ജേർണി തുടങ്ങിയ നമ്മളെ ആശുപത്രി ജംഗ്ഷനിൽ നിന്നാണ്. നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്നത് നെയ്യാറ്റിങ്കര ബസ് സ്റ്റാൻഡിൻ്റെ അടുത്താണ്. ഈ റോഡ് നേരെ പോയാൽ കന്യാകുമാരി എത്താം. നിങ്ങൾക്ക് ഞാൻ ബോർഡ് കാണിച്ചു തരാം. നേരെ പോയാൽ കന്യാകുമാരി, കലിയിക്കവിളായി, തമിഴ്നാടാണ്. പിന്നെ ഈ റോഡ് അവിടെ നിന്ന് കറങ്ങി ഇങ്ങോട്ട് പോകുമ്പോൾ, മീൻസ് റൈറ്റിലോട്ട് പോകുമ്പോൾ പൂവാറാണ്. പൂവാർ ബീച്ച്, ആ സ്ഥലങ്ങളൊക്കെയാണ് അങ്ങോട്ടുള്ളത്. ഇതാണ് നമ്മൾ നെയ്യാറ്റിങ്കര അക്ഷയ കോംപ്ലക്സ്. ഫ്രണ്ടിരിക്കുന്ന ആ ഒരു വലിയ ബിൽഡിംഗ് ആണ് അക്ഷയ കോംപ്ലക്സ്. പക്ഷേ ഇപ്പോൾ അതിനകത്ത് വലിയ വർക്കിംഗ് ഒന്നും കാണാനില്ല. പണ്ട് വെച്ചപ്പോൾ ഭയങ്കര ഹൈപ്പായിരുന്നു. എൻ്റെ ഓർമ്മയിൽ നല്ല ഹൈപ്പുള്ള ഒരു ബിൽഡിംഗ് ആയിരുന്നു ആ ഒരു അക്ഷയ കോംപ്ലക്സ്. ഇതാണ് നമ്മുടെ KSRTC ബസ് കയറി പോകണ കണ്ടോ? വീഡിയോ കാണാൻ പറ്റുമെന്ന് അറിയില്ല, ഞങ്ങൾ കാണിച്ചു തരാം. അവിടെയാണ് നമ്മുടെ KSRTC ബസ് ഡിപ്പോ ഉള്ളത്. നെയ്യാറ്റിങ്കര ബസ് ഡിപ്പോ എന്ന് പറയാം, ബസ് സ്റ്റാൻഡ് എന്ന് എന്ത് വേണം പറയാം, അതുള്ളത്. നടന്നു വന്ന വഴി അതാണ്. ഇത് നമ്മൾ 3 വെഡ്ഡിങ് സ്റ്റോർസ് അടുപ്പിച്ചടുപ്പിച്ച് തന്നെ ഉണ്ട്. ഒന്ന് നമ്മളെ വിലാസത്തുണ്ട്, അതേപോലെ ലാ ബെല്ലെ, പാരീസ് ലാ ബെല്ലെ, പിന്നെ അപ്പുറത്തൊരു രാമചന്ദ്രൻ, അപ്പുറത്തെ രാമചന്ദ്രൻ കാണിച്ചാൽ ഇവിടെ നടന്നു പോകുമ്പോൾ അപ്പുറത്തെ രാമചന്ദ്രൻ ഉണ്ട്. പിന്നെ അടുത്ത് ഇനി ഓഫീസ് വരാൻ പോകണമെന്ന് പറയാനായിട്ട് എവിടെയെന്ന് എനിക്കറിയില്ല. വരണമെങ്കിൽ ആ വീഡിയോ ഇനി ഇൻ ഫ്യൂച്ചറിൽ റീൽസിലോ വീഡിയോയിലോ ഞാൻ ഇടാൻ നോക്കാം. ഇതാണ് നമ്മൾ അക്ഷയ കോംപ്ലക്സ്. നമ്മൾ ഇനി നമ്മൾ പോകുന്ന നടന്ന് ഈ ഒരു ഓട്ടോ സ്റ്റാൻഡ് ഇവിടെ നടന്ന് അങ്ങോട്ട് നടക്കാം. ഇവിടെ ഒരു വെറൈറ്റി സാധനമുണ്ട്, കാണിച്ചു തരാം. ഇതാണ് നമ്മൾ നെയ്യാറ്റിങ്കര ഓട്ടോ സ്റ്റാൻഡ്. ഓട്ടോ ചേട്ടന്മാർ നട്ട ചെടികളാണ് ഇതൊക്കെ. ഇപ്പം വാടി നിൽക്കുകയാണ്, പക്ഷേ പച്ചപ്പുള്ള സമയത്ത് അടിപൊളിയാണ് കാണാൻ. ഇടിയൊക്കെ വാടി നിൽക്കുന്നു. മേ ബി ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ആയിരിക്കും. ഇപ്പം അത് നല്ല വെയിലാണ് ഈ സമയം. നല്ല വെയിലായതുകൊണ്ട് അതുകൊണ്ടാണ് ചേട്ടാ. ഇത് നേരത്തെ വന്നാൽ പിന്നെ നല്ല അടിപൊളിയായിരുന്നു ഇത് കാണാൻ, ഈ ചെടി. ഇതാണ് അക്ഷയ കോംപ്ലക്സിൻ്റെ ഒരു എൻട്രി. നമ്മളെ KSRTC ബസ് സ്റ്റേഷൻ കോംപ്ലക്സ് എന്ത് വേണം നിങ്ങൾക്ക് വിളിക്കാം. ഇത് ഈ റോഡിൻ്റെ അപ്പുറത്താണ് നമ്മൾ രാമചന്ദ്രൻസ്. ഇത് ഫുൾ അക്ഷയ കോംപ്ലക്സിൻ്റെ ഫുഡ് ഏരിയയാണ്. ഫുഡ്, ബാങ്ക്, പ്രസ് എല്ലാം ഇവിടെ ഉണ്ട്. ഈ ഒരു സൈഡ് വരത്ത് വൈകിട്ട് ചേച്ചിമാർ മീൻ വിൽക്കുന്ന ചേച്ചിമാരൊക്കെ ഉണ്ട്. ആ സൈഡും ഉണ്ട്, ഈ സൈഡും ഉള്ളതാണ്. പക്ഷേ ഇന്ന് കണ്ടില്ല, ഇന്ന് ഞാൻ കാണിച്ചു തരായിരുന്നു. പിന്നെ ഇതാണ് നമ്മുടെ ബൈക്ക് പാർക്കിംഗ്, വെളിയിൽ പാർക്ക് ചെയ്യാം. അതിൻ്റെ ഫ്രണ്ടിലാണ് നമ്മളെ രാമചന്ദ്രൻസ്, കണ്ടല്ലോ. പിന്നെ അമ്മൻകോവിലും ബസ് സ്റ്റാൻഡ് തൊട്ട് പുറകിലാണ് അമ്മൻകോവിൽ. ഈ ഒരു രാമചന്ദ്രൻ സൈഡിലാണ് നമ്മുടെ രാമചന്ദ്രൻ്റെ ബൈക്ക് പാർക്കിംഗ്. ഇവിടെയാണ് ഞാനും എൻ്റെ ബൈക്ക് പാർക്ക് ചെയ്യുന്ന ഇടം. സേഫാണ് സത്യം സേഫാണ്. എപ്പോഴും സെക്യൂരിറ്റി എപ്പോഴും ഉണ്ട്. ഈ ചേട്ടതാ പോകുന്നു സെക്യൂരിറ്റി ഗാർഡ്, രണ്ടാമത് സെക്യൂരിറ്റി ഗാർഡ് ഉണ്ട് അല്ലേടാ. അവിടെ സേഫ് ആയതുകൊണ്ട് നമുക്ക് വണ്ടി ഇവിടെ നിർത്തും. നമ്മളെ ബൈക്കായാലും കാറായാലും നമ്മളിവിടെ കൊണ്ട് നിർത്തുന്നത്. ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തന്ന നെയ്യാറ്റിങ്കര കാഴ്ച നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ജിഷ്ണുവിൻ്റെ കൂടെ ഞാൻ നിങ്ങളെ സ്വന്തം അഖിലം സ്ട്രീറ്റ് സൈനിങ് ഓഫ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.